നമസ്കാരം. റഷ്യയെ പേടിച്ച് ട്രംപ്, ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്ക. പലപ്പോഴും അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ, ചില പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ പലപ്പോഴും അമേരിക്കയും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള അമ്പരപ്പുകൾ അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇതാ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ പുതിയൊരു പ്രതിരോധ നയം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക പോലീസിന്റെ പണി നടത്തുവാൻ ട്രംപ് തയ്യാറായിരിക്കുന്നു. കാരണം ഈ സഖ്യകക്ഷികളൊക്കെ ഇനി സ്വന്തം ചെലവിൽ അവരുടെ സുരക്ഷ നോക്കട്ടെ എന്നും, റഷ്യയെ നേരിടാൻ നാറ്റോയും ഉത്തര കൊറിയയെ തടയാൻ ദക്ഷിണ കൊറിയയും പരസ്പരം തീരുമാനിക്കട്ടെ എന്നുമുള്ള ഒരു നയ പരിപാടികളിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നിരിക്കുന്നു. ദശകങ്ങളായി തുടർന്നു പോരുന്ന ആഗോള പ്രതിരോധ നയങ്ങളിൽ വലിയ അഴിച്ചുപണിയുമായിട്ടാണ് അമേരിക്ക എത്തിയിരിക്കുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തയ്യാറാക്കിയ 34 പേജുള്ള പുതിയ ദേശീയ പ്രതിരോധ തന്ത്രരേഖ, അതായത് ഈ നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറയപ്പെടുന്നത്, കഴിഞ്ഞ ദിവസം അത് പെന്റഗണിൽ പുറത്തിറക്കുകയും ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ സൈന്യത്തെ വിന്യസിക്കുന്നതിനും ഒപ്പം തന്നെ സഖ്യകക്ഷികളുടെ സുരക്ഷയ്ക്കായിട്ട് പണം ചെലവഴിക്കുന്നതിനും ഇനി നിയന്ത്രണം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു പുതിയ റിപ്പോർട്ട് അത് പുറത്തുവിട്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്ന ഒരു 8ന്റെ പണി സഖ്യകക്ഷികൾക്ക് കൊടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. യൂറോപ്പിലെയും ഏഷ്യയിലെയും സഖ്യകക്ഷികൾ സ്വന്തം പ്രതിരോധത്തിനായിട്ട് കൂടുതൽ പണം ചെലവഴിക്കണമെന്നും അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന രീതി അത് അവസാനിപ്പിക്കണമെന്നുമാണ് ഇപ്പോഴത്തെ ഈ പുതിയ രേഖയിൽ കടുത്ത ഭാഷയിൽ അമേരിക്ക വിമർശിക്കുന്നത്. റഷ്യയെ പ്രതിരോധിക്കുവാൻ നാറ്റോ രാജ്യങ്ങൾ തന്നെ മുൻകൈ എടുക്കണമെന്നും യൂറോപ്പിന്റെ സുരക്ഷയിൽ അമേരിക്കയുടെ പങ്ക് പരിമിതപ്പെടുത്തുമെന്നും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഉത്തര കൊറിയയെ പ്രതിരോധിക്കണമെങ്കിൽ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ദക്ഷിണ കൊറിയ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടിൽ അമേരിക്കയുടെ വാദം. അമേരിക്കയുടെ സഹായം എന്ന് പറയപ്പെടുന്നത് പരിമിതമായിരിക്കും എന്നുകൂടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ട്രംപ്. അപ്പോൾ ഇതിനകത്ത് റഷ്യയെ പ്രതിരോധിക്കണമെങ്കിൽ നിങ്ങൾ നാറ്റോ രാജ്യങ്ങൾ ഒരു തീരുമാനമെടുത്തോളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റഷ്യയുമായിട്ട് സഹകരണത്തിൽ ഏർപ്പെട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും അത്തരത്തിലുള്ള തീരുമാനം ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ റഷ്യയുമായിട്ട് അടുത്തിടപഴകുവാൻ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് കഴിയുന്നില്ല. ട്രംപിന്റെ ഭയമാണ് അതിന് പിന്നിലെന്ന് പറഞ്ഞാൽ ആരും അതിനെ അതിശയോക്തി എന്ന് പറയില്ല. കാരണം റഷ്യയുടെ സാമ്പത്തിക, ആയുധ, സാമൂഹ്യ വളർച്ച എന്ന് പറയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയേക്കാൾ മുകളിലേക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറെ നാളുകളായി 6-7 വർഷത്തിലധികമായി അമേരിക്കയെ പിന്തള്ളുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വലിയ യാത്ര തന്നെയാണ് റഷ്യ മുന്നോട്ട് കുതിക്കുന്നത് എന്ന് പറയാം. റഷ്യയുടെ ആ കുതിപ്പിൽ പലപ്പോഴും ഭയപ്പെട്ടു പോകുന്ന അമേരിക്കയെ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ ട്രംപിനെ പോലൊരു ജനാധിപത്യമില്ലാത്ത നേതാവ് ആ രാജ്യത്ത് ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന പോലെ മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നു, രാജ്യത്തെ, ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു, എല്ലാവരെയും വെറുപ്പിക്കുന്ന, എല്ലാ രാജ്യ നേതാക്കളെയും എല്ലാ രാഷ്ട്ര നേതാക്കളെയും വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവ രൂപീകരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിന്റെ അത്തരത്തിലുള്ള നയങ്ങൾ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ അടക്കം വെറുക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തപ്പെടുന്നു എന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി സഖ്യകക്ഷികൾക്ക് 8ന്റെ പണി ഇട്ടുകൊണ്ടാണ് പുതിയൊരു തീരുമാനത്തിലേക്ക്, പുതിയൊരു പ്രതിരോധ നയത്തിലേക്ക് അമേരിക്ക എത്തിച്ചേർത്തിരിക്കുന്നത്. റഷ്യയെ പേടിക്കുന്നുണ്ട് ട്രംപ് എന്നുള്ള കാര്യത്തിൽ ഇതിനകത്ത് തന്നെ 100% ഉറപ്പാണ്. അത്രത്തോളം ഭയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഇവിടെ ചൈനയുടെ കാര്യത്തിലെടുത്താലും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉത്തര കൊറിയയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ റഷ്യയുടെ കാര്യത്തിലാണെങ്കിലും പരിമിതമായിട്ടുള്ള സഹായം മാത്രമേ അമേരിക്ക നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ആലോചിക്കുക. അപ്പൊ റഷ്യയോട് കൂടുതൽ രാജ്യങ്ങൾ അടുക്കുന്നു, അവരുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നു, മാത്രമല്ല ആയുധ കരാറുകൾ ഉണ്ടാക്കുന്നു. അതിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ നിർത്തലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിർത്തലാക്കിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടപെടൽ തന്ത്രമാണ് ട്രംപ് പ്രയോഗിക്കുന്നത്. പക്ഷെ ആ തന്ത്രം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടന്നതുപോലെ അല്ലെങ്കിൽ നടപ്പിലായതുപോലെ ഇപ്പോൾ നടപ്പിലാവില്ല. ലോകം കുറച്ചുകൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള പല രാജ്യങ്ങളും അത്തരത്തിലുള്ള ആണവ കരാറുകൾ ഉണ്ടാക്കുന്നു, വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്നു, വ്യാപാരാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് പല രാജ്യങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികളിലേക്ക് ആ രാജ്യങ്ങളില്ല. ഇവിടെ ഇപ്പോൾ പുതിയ പ്രതിരോധ തന്ത്രം തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ അമേരിക്കയുടെ സഹായം സ്വീകരിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പുറംകാലുകൊണ്ട് അടിച്ചു പുറത്താക്കും എന്ന് പറയപ്പെടുന്ന ട്രംപിന്റെ നയപരിപാടികളെ
തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ രണ്ട് കൈയും നീട്ടി എതിർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ചൈനയുടെ നിലപാടിൽ പോലും വരുത്തിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ഈ ബൈഡന്റെ ഭരണകൂടം ചൈനയെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കണ്ടിരുന്നുവെങ്കിൽ ട്രംപിന്റെ പുതിയ നയം എന്ന് പറയപ്പെടുന്ന ചൈനയെ ഒരു 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 സെറ്റിൽഡ് ഫോഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് ചൈനയെ തകർക്കാനോ ഭരണകൂടത്തെ മാറ്റാനോ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇന്തോ പസഫിക് മേഖലയിൽ ചൈന അമേരിക്കയെയോ സഖ്യകക്ഷികളെയോ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നത് തടയുക മാത്രമാണ് ലക്ഷ്യമെന്ന് ഇപ്പോഴത്തെ ഈ പ്രതിരോധ രേഖയിൽ ട്രംപ് പറയുന്നത്. അതുപോലെ തായ്വാന്റെ കാര്യത്തിൽ മുൻ ഭരണകൂടങ്ങൾ നൽകിയിരുന്ന സൈനിക ഉറപ്പുകളെ കുറിച്ചൊന്നും രേഖ നിശബ്ദത പാലിക്കുകയാണ് ചെയ്യുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. തായ്വാന്റെ മണ്ണുമായിട്ട് ചേർന്നുള്ള പ്രശ്നങ്ങളിൽ ഒരു കാര്യവും പറയുന്നില്ല എന്നുള്ളത്. അതുപോലെ ഗ്രീൻലാൻഡിലും പനാമ കനാലിലും ഒക്കെ ഒരു കണ്ണു വെച്ചിട്ടുണ്ട് അമേരിക്ക. അപ്പൊ അമേരിക്കയുടെ പ്രധാന ശ്രദ്ധ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലേക്കും ഒപ്പം തന്നെ സ്വന്തം അതിർത്തികളിലേക്കും മാറുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ സൈനിക വാണിജ്യ പ്രവേശനം ഉറപ്പാക്കാൻ കരാറുകൾ ഉണ്ടാക്കും. അതുപോലെ പനാമ കനാലിന്റെ നിയന്ത്രണം തിരികെ പിടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ട്രംപ് സജീവമാക്കുന്നു. അപ്പൊ ചൈനയ്ക്ക് പനാമയിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനം തടയുകയാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ കാനഡ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങളെ മാനിക്കണമെന്നും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും ഒക്കെ കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഡാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ട്രംപും തമ്മിൽ വാക്പോര് നടന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പുതിയ നയം വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാവുന്നു. അപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ മടിക്കില്ല എന്ന് തന്നെയാണ് പെന്റഗന്റെ മുന്നറിയിപ്പ്. അപ്പോൾ ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അമേരിക്ക എന്ന് പറയുന്നത് ലോക പോലീസ് കളിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ലോക പോലീസ് കളിയോട് ലോക രാജ്യങ്ങൾ തന്നെ പുറംകാലടിച്ച് ദൂരെ കളയുകയാണ്. ആ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ആ ലോക പോലീസ് പരിപാടി നിർത്തുകയാണ്. അപ്പോൾ അമേരിക്കയുടെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ട്രംപിനെ പോലൊരു ഭരണാധികാരി ഇനി എത്രത്തോളം കാലം ഈ രാജ്യം ഭരിക്കുമോ അത്രത്തോളം കാലം അമേരിക്ക എന്ന് പറയപ്പെടുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് താഴേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ എന്തെല്ലാം പരിപാടികളാണ്. ഇപ്പോൾ വെനസ്വേലയിലെ പുറത്താക്കൽ, വെനസ്വേലയിലെ പ്രസിഡന്റായ നിക്കോളസ് മഡൂറോയെ പുറത്താക്കിയ നടപടി, അതിനെ ഉയർത്തിക്കാണ്ടിക്കൊണ്ട് പെന്റഗൺ പറയുന്നത് എന്താണ്? അമേരിക്കയുടെ വാദം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ നാർക്കോ ഭീകരരും ഇത് ശ്രദ്ധിക്കണമെന്നും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഇത് എന്നുമാണ് ഈ പ്രതിരോധ രേഖയിലൂടെ വ്യക്തമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. അതായത് സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അമേരിക്കൻ മണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമായിട്ട് ലോക പോലീസിന്റെ വേഷം അഴിച്ചുവെക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപ് ഭരണകൂടം എന്നാണ് പറയപ്പെടുന്നത്. ട്രംപ് ഭരണകൂടം ഇത് അഴിച്ചുവെച്ചില്ല എന്നുണ്ടെങ്കിൽ ലോകം ഇവരെ കൊണ്ട് ഇത് അഴിച്ചു വയ്പ്പിക്കും. ഇത് ആഗോളതലത്തിൽ വലിയ പ്രതിരോധ ശൂന്യത സൃഷ്ടിക്കുമെന്ന ആശങ്കയിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ മുന്നോട്ട് പോകുമ്പോഴും ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ലോകരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ റഷ്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ, റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഉൾപ്പെടെ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ട്രംപിന്റെ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ തയ്യാറല്ല. ട്രംപ് നടത്തുന്ന ലോക പോലീസിന്റെ വേഷം കെട്ടൽ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് വേണ്ട എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അത് വ്യാപാരമാണെങ്കിലും ശരി, ആയുധ ഇടപാടാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അങ്ങനെയാണ്. റഷ്യയെ ഭയന്നുകൊണ്ട് ട്രംപ് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്ന മറ്റുള്ള ഒരു രാജ്യങ്ങളും അത്തരത്തിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ അമേരിക്കയെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയപ്പെടുന്ന വലിയേട്ട മനോഭാവത്തോടുകൂടി പോവുകയും ഒപ്പം തന്നെ ലോക പോലീസ് കളിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തെ പല രാജ്യങ്ങളും അതിനെ അനുസരിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലായ്മയിൽ നടത്തിയിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക് എല്ലാ രാജ്യങ്ങളും എത്തുന്നു. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വളരെ ഇൻഡിവിജ്വലായി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാമ്പത്തിക, സാമൂഹ്യ, വ്യാവസായിക സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മോണോപോളി സിസ്റ്റത്തിനോട് യോജിച്ചു പോകുവാൻ ഇന്ന് ലോകങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് റഷ്യയുടെ ഇടപെടലുകൾ, ചൈനയുടെ ഇടപെടലുകൾ, ഇന്ത്യയുടെ ഇടപെടലുകൾ ഇതെല്ലാം അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നത്. അമേരിക്കയെ ഭയപ്പെടുത്തുന്നു പറയുന്നതിനേക്കാളേറെ ട്രംപിനെ പോലൊരു മണ്ടനെ ഭയപ്പെടുത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോഴത്തെ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക എടുക്കുന്ന, അല്ലെങ്കിൽ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്ക എടുത്തിരിക്കുന്ന ഈ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് ഒരു പുതിയ നയം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദേശീയ പ്രതിരോധ തന്ത്രരേഖ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. അതായത് ഒരു നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് നടത്തിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും മറ്റുള്ള രാജ്യങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് റഷ്യയെ പേടിച്ചുകൊണ്ട് ട്രംപ് നടത്തുന്ന പരിപാടികളാണ്. ലോകത്തെ അമ്പരപ്പിക്കുവാൻ വേണ്ടി അമേരിക്ക കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.